ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2024 PSC നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് 011/2024. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ശരിയാണ്, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെയാണ് കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. അതും ശരിയാണ്, ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരം 1, 2, 3 ശരി. എപ്പോഴാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്? 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു യുദ്ധം. ആര് ജയിച്ചു? മാർത്താണ്ഡവർമ്മ ജയിച്ചു. അതുപോലെ ഒരു ഇംഗ്ലീഷ് സൈന്യത്തോട് ജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ. അതുപോലെ ആറ്റിങ്ങൽ കലാപം നടന്ന എപ്പോഴാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. 2. ശരിയായത് തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹം 1928. ശരിയാണോ? അല്ല. വൈക്കം സത്യാഗ്രഹം എപ്പോഴാണ്? 1924. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936. അതും ശരിയാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. അതും ശരിയാണ്. അപ്പോൾ ഉത്തരം എന്താണ് വരുന്നത്? ഓപ്ഷൻ സി, ബി, സി, ഡി എന്നിവ ശരിയാണ്. 3. ശരിയായ ജോഡി കണ്ടെത്തുക. ആര്യസമാജം രാജാറാം മോഹൻ റോയ്. അത് ശരിയല്ല. ആര്യസമാജം ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. 1875 ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിച്ചത്. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു. ശരിയാണ്. സ്വരാജ് പാർട്ടി 1923 മോത്തിലാൽ നെഹ്റുവും CR ദാസും കൂടിയാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. അതും ശരിയാണ്. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. അതും ശരിയാണ്. അപ്പോൾ സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, അത് നമ്മളങ്ങനെ കണ്ടിട്ടില്ല, അത് ശ്രദ്ധിച്ചു വെക്കുക. ശരിയായ ഉത്തരം 2, 3, 4 ശരി. 4. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലീഷ് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഏതാണ്? 1783 പാരീസ് ഉടമ്പടി. അപ്പോൾ 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിക്കുന്നത്. 5. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണ്? ഏതാണ്? ഏഷ്യ വൻകരയിലെ രാജ്യമാണ്. ഏതാണ് ആ രാജ്യം? ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ ആയിരുന്നു 2022 ആതിഥേയത്വം വഹിച്ചത്. 2023 ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. 2024 ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ബ്രസീലാണ്. 6. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 10 രാജ്യങ്ങളാണ് 2023 ലോകകപ്പിൽ പങ്കെടുത്തത്. 7. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴയാണ്. PN പണിക്കർ ജനിച്ചത് ആലപ്പുഴയിലാണ്. 8. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? ഏതാണ്? ഹോക്കിയാണ്. ഇവിടെ നിന്ന് ആർക്കാണ് ലഭിച്ചത്? PR ശ്രീജേഷിനാണ് ലഭിച്ചത്. 9. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ടാണ്? ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ടാണ് പ്രക്ഷോഭം നടക്കുന്നത്. 10. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ്. അത് ശരിയാണ്. ഈസ്റ്റിങ്സ് എങ്ങോട്ടാണ് വരച്ചിരിക്കുന്നത്? വടക്ക് തെക്ക് ദിശയിലാണ് വരച്ചിരിക്കുന്നത്.
കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. അപ്പം മേലെയുള്ളത് ശരിയാണെന്ന് പറയുമ്പോൾ ഇതെന്തായാലും തെറ്റാണല്ലോ. അപ്പോൾ ഈസ്റ്റിങ്സ് വടക്ക് തെക്ക് ദിശയിലാണ് വരച്ചിട്ടുള്ളത്. ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. അതും ശരിയാണ്. ഈസ്റ്റിങ്സ് കാണപ്പെടുന്നത് ധരാതലീയ ഭൂപടങ്ങളിലാണ്. മൂല്യം രേഖപ്പെടുത്താറില്ല. അത് തെറ്റാണ്. ഈസ്റ്റിങ്സിൻ്റെ മൂല്യം രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഉത്തരം ഏതാണ്? 1, 3 എന്നീ പ്രസ്താവനകൾ ശരി. 11. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണെന്ന് തിരിച്ചറിയുക. ഏതാണ്? ചിനൂക്കാണ്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ചിനൂക്ക്. US-ലും കാനഡയിലൊക്കെ ആയിട്ട് വീശുന്ന കാറ്റാണ് ചിനൂക്ക്. 12. ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക. ഏത് മർദ്ദമേഖലയാണ് നിർവാത മേഖല എന്നറിയപ്പെടുന്നത്? ഏതാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് നിർവാത മേഖല എന്നറിയപ്പെടുന്നത്. നിർവാത മേഖല എന്നറിയപ്പെടുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. 13. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ് ഇന്ത്യൻ സമയം. അപ്പോൾ ഇപ്പോൾ 12 മണി എന്ന് പറയുമ്പം 5.5 മണിക്കൂർ കുറയ്ക്കുക. എത്രയായി? 6:30 രാവിലെ 6:30. 14. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിപ്പിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ഏതാണ്? മാൻഡമസ് ആണ്. കൽപ്പന അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. 15. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്. അതും ശരിയാണ്. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. അങ്ങനെയാണെങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? അത് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. അതും ശരിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 16. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏതാണ്? ഏതാണ്? ചോളമാണ്. ചോളം ഒരു ഭക്ഷ്യവിളയാണ്. ബാക്കിയുള്ളതൊക്കെ നാണ്യവിളകളാണ്. പുകയില, കാപ്പി, കരിമ്പ് ഇതൊക്കെ നാണ്യവിളകളാണ്. അതിൽ തന്നെ കാപ്പി ഒരു പാനീയ വിള കൂടെ ആണ്. 17. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ്? എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഉൾപ്പെടാത്തത്. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നീ ചോദ്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. 18. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് എന്താണ്? കൂട്ട് പദ്ധതിയാണ്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി. 19. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ആസൂത്രണ കമ്മീഷന്റെ കണക്ക് പ്രകാരം നഗരപ്രദേശങ്ങളിൽ എത്ര കലോറി ഊർജമാണ് ഒരാൾക്ക് ലഭിക്കേണ്ടത്? എത്ര പോഷണമാണ് അവർക്ക് ലഭിക്കേണ്ടത്? എത്രയാണ്? 2100 കലോറി. 2100 കലോറി. അങ്ങനെയാണെങ്കിൽ ഗ്രാമപ്രദേശത്തുള്ളവർക്ക് എത്രയാണ്? കുറച്ചുകൂടി കൂടുതലായിരിക്കും. 2400 കലോറിയാണ്. 20. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക. ശരിയാണ്. നിയമബോധം പ്രചരിപ്പിക്കുക. അതും ശരിയാണ്. അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. അതും ശരിയാണ്. അപ്പോൾ 3 പ്രസ്താവനകളും ശരിയാണ്. ഓൾ ഓഫ് ദ എബവ്. 21. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്?
ഏതാണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര രാജ്യമാണോ, ഗാന്ധിയൻ ജനാധിപത്യ റിപ്പബ്ലിക് ആണോ, അതോ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണോ? ഏതാണ് ശരി? മൂന്നാമത്തേതാണ്, ഓൺലി 3. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇന്ത്യ. 22. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധരായിരിക്കുക. അത് തെറ്റാണ്. മൗലികാവകാശങ്ങളിൽ അങ്ങനെ പറയുന്നില്ല. ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. അത് തെറ്റാണ്. 21A പറയുന്നത്. 21A എന്താണ് പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണെന്നാണ് 21A പറയുന്നത്. വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്. അല്ല, വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരാളുടെ നിയമാവകാശമാണ്. ഇപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ്. 3ഉം തെറ്റായ പ്രസ്താവനകളാണ്. 23. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ശരിയാണ്, 8 പ്രധാന കമ്മിറ്റികളാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര മൈനർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? 14 മൈനർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. മൊത്തം 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 8 മേജർ കമ്മിറ്റിയും 14 മൈനർ കമ്മിറ്റിയും ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. അതും ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിലെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. അത് തെറ്റാണ്. ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ? BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉമാണ് ശരി. 3 തെറ്റാണ്. 24. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ശരിയാണ്, അദ്ദേഹം തന്നെയാണ് പ്രസിഡന്റ്. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അതും ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അംബേദ്കർ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? ഓൾ ഓഫ് ദ എബവ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. 25. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരി ഏതാണ്? ഏതൊക്കെയാണ് കടം കൊണ്ടിട്ടുള്ളത്? അർദ്ധ ഫെഡറൽ സമ്പ്രദായം, അത് നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടത്? കാനഡയുടെ ഭരണഘടനയിൽ നിന്ന് തന്നെയാണ്. അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം, അതും കാനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്. നിർദ്ദേശക തത്വങ്ങൾ, അത് കാനേഡിയൻ ഭരണഘടനയല്ല. ഏതാണ്? അയർലൻഡിൽ നിന്നാണ് നമ്മൾ DPSP കടം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉമാണ് ശരി. 26. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അത് ശരിയാണ്. മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അതും ശരിയാണ്. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, ആദ്യം സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഇതിലുണ്ടായിരുന്നു, ഇപ്പോൾ അതിലില്ല. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മളത് എടുത്ത് മാറ്റി. അപ്പോൾ ഏതാണ് ഉത്തരം? 1ഉം 2ഉമാണ് ഉത്തരം. 27. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട്. അതൊരു തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. അത് ശരിയാണ്. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ? 2ഉം 3ഉമാണ്. 2ഉം 3ഉം. 28. കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം. ശരിയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഇപ്പോൾ കേരളീയം. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത് സംഘടിപ്പിച്ചത്. തെറ്റാണ്. നമുക്കറിയാം, കേരള ഗവൺമെൻറ്റാണ് കേരളീയം എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. അതും ശരിയായ പ്രസ്താവനയാണ്. സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. അപ്പോൾ ഉത്തരം ഏതാണ്? 1ഉം 3ഉമാണ് ഉത്തരം. 29. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്. ശരിയാണ്. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്.
അതും ശരിയാണ്. സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമി തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. അതും ശരിയായ പ്രസ്താവനയാണ്. 1, 2, 3 ഓൾ ഓഫ് ദ എബോവ് ആണ് ഉത്തരം. 30. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. അത് ശരിയാണ്. 2023 ഇന്ത്യയിൽ വെച്ച് നടന്നത് G20യുടെ 18ാമത്തെ ഉച്ചകോടിയാണ്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. അതും ശരിയാണ്. ന്യൂഡൽഹിയിലാണ് നടന്നത്. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണിത്. അത് തെറ്റാണ്. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന എത്രാമത്തെ ഉച്ചകോടിയാണിത്? 1ാമത്തെ ഉച്ചകോടിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് G20 സമ്മിറ്റ് നടക്കുന്നത്. അപ്പോൾ ഉത്തരം ഏതാണ് വരുന്നത്? 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം. 31. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? ഏതാണ്? വിറ്റാമിൻ എയുടെ അഭാവമാണ്. 32. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുകു വഴി പകരുന്ന രോഗം ഏതാണ്? മലമ്പനിയാണ്. മലമ്പനി. ഇപ്പോൾ മലമ്പനി പരത്തുന്നത് ആരാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ്. 33. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ഏതാണ്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരം കോശങ്ങളുണ്ട്. ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും. അതിൽ ആൽഫ കോശം നിർമ്മിക്കുന്നത് ഗ്ലൂക്കഗണും ബീറ്റാ കോശം നിർമ്മിക്കുന്നത് ഇൻസുലിനുമാണ്. 34. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ് നിത്യഹരിത വിപ്ലവം എന്ന ആശയം കൊണ്ടുവന്നത്. 35. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഋതു കരിതാളാണ് ചന്ദ്രയാൻ 3യുടെ പിന്നിലെ റോക്കറ്റ് വനിത. 36. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ടാണ്? അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലിലെ മർദ്ദം കൂടുകയും ചെയ്യുന്നതുകൊണ്ടാണ് രക്തക്കുഴൽ പൊട്ടി എന്ത് വരുന്നത്? മൂക്കിൽ നിന്നും രക്തം വരുന്നത്. രക്തം മർദ്ദം കൂടുതലുള്ളിടത്തു നിന്നും മർദ്ദം കുറവുള്ളിടത്തേക്ക് സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? പർവ്വതാരോഹകർക്ക് മൂക്കിൽ നിന്ന് രക്തം വരുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. 38. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ഏതാണ്? ക്ലോറോഫോം ആണ്. ക്ലോറോഫോം ആണ് ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത്. 39ഉം ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ 40ഉം ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ബാക്കി വരുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിലെ ഇംഗ്ലീഷും മലയാളമൊക്കെ കൂടി നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.